മനുഷ്യനെ സൃഷ്ടിച്ചത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞത്. നമ്പർ 1, ദൈവമാണ് നമ്മൾ സൃഷ്ടാവ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ ഭയങ്കരവും. മൂന്നാമത് പറഞ്ഞത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. നാലാമതായി ഞാൻ പറഞ്ഞത് ദൈവിക ആരാധനയിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ബുദ്ധിപൂർവ്വം മഹത്വപ്പെടുത്തുക എന്നതാണ്. ഈ 4 കാര്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് പറയുക. എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായ ഒരു ദൈവവചന പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ 2.5 മണിക്കൂർ നിന്ന് റോഡിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ വളരെ ചിന്തനീയമായി തോന്നിയൊരു കാര്യം, അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഒരു മനുഷ്യ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്, മൂലകങ്ങളുണ്ട്, അതിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയാം. നല്ല പ്രഗത്ഭനായിട്ട് പ്രസംഗിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്ര ഓക്സിജൻ, ഇത്ര കാർബൺ, ഇത്ര ഹൈഡ്രജൻ, ഇത്ര ഫോസ്ഫറസ്, ഇത്ര സെലേനിയം, ഇത്ര സോഡിയം, അങ്ങനെ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6 രൂപ ചില്ലറയെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വലിയ തലയുള്ളവനാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ 6 രൂപ 10 രൂപ താഴെയുള്ളൂ എന്ന് ഈ പറയണത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 6 രൂപയൊന്നല്ല, $8 വിലയുണ്ട് ഇപ്പോഴത്തെ വില അനുസരിച്ച്. $8 എന്ന് പറഞ്ഞാൽ $1 90 രൂപയുണ്ട്, 82 രൂപയുണ്ട്. ഇപ്പം 8 × 82 രൂപ ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരുന്ന വില. എന്നാൽ അതാണോ വില? ഒരു കാര്യം ഞാൻ പറയാം, ശരീരത്തിലെ മൂലകങ്ങൾ വെച്ചിട്ടല്ല ദൈവം മനുഷ്യന് വില കൽപ്പിച്ചിരിക്കുന്നത്. ഓർക്ക് നമ്മുടെ കണ്ണിൻ്റെ വില, നമ്മുടെ ഹൃദയത്തിൻ്റെ വില, നമ്മുടെ കിഡ്നിയുടെ വില, നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്ടുകളുടെ വില ചോദിച്ചാൽ അത് ചെയ്യുന്ന ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി, ബ്ലഡ് 60,000 രൂപയുടെ ബ്ലഡ് ഉണ്ട്. കിഡ്നിക്ക് ശരീരത്തേക്കാൾ കൂടുതൽ, ഹാർട്ടിനേക്കാൾ കൂടുതൽ വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ അറിയുന്നത് ഇതിൻ്റെ ഉപയോഗവും എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകത്തോട് പറഞ്ഞാൽ $8 പറഞ്ഞാലും ബ്ലാക്കിലെ വില അതൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ 12 വയസ്സുള്ള കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഏറ്റവും ആൾക്കാരോട് ചോദിച്ചാൽ 12 വയസ്സുള്ള കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ എടുത്താൽ ഏറ്റവും നന്നായി റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് അതിൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ വിലയും അതിൻ്റെ വാല്യൂ അറിയാൻ മനുഷ്യന് സാധിക്കില്ലെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ വിലയൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനൊരു മറുപടി പറയാൻ പറ്റും. ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ജീവനെ എന്നാണ് കറക്റ്റ് വേർഡ്, ആത്മാവ്, അതിൻ്റെ മൂലപദാർത്ഥം നോക്കുമ്പോൾ ജീവൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവനെ, അതിൻ്റെ വില നിലവാരം എന്ന് പറയുന്നത് ദൈവത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ആരാധനയാണ്. ശരിയല്ല? നമ്മുടെ ആധാരം കൊണ്ട്, നമ്മുടെ കൈകളെ കൊണ്ട്, നമുക്ക് നൽകിയ വിശുദ്ധി കൊണ്ട്, നമുക്ക് ദൈവം അംഗീകരിച്ച് നൽകിയ വിശുദ്ധി കൊണ്ട്, ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക്
ഒരു ആരാധന സമർപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെയാണ് ജോജൻ വായിച്ച ഈ സങ്കീർത്തനത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഒരു കാര്യം കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. മക്കളെന്നും വിളിക്കുന്നുണ്ട്, സഹോദരന്മാരെന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നുണ്ട്, അജഗണമെന്ന് വിളിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പേരാ ദൈവത്തിൻ്റെ ആടുകൾ. ഞാൻ ചിന്തിച്ചു, സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ ഒരു നല്ല ഇടയൻ്റെ എല്ലാ ഗുണങ്ങളും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് എഴുതിയതാണ് 23-ാം സങ്കീർത്തനം. അത് നല്ല ഇടയൻ്റെ സ്വഭാവമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വസ്ഥതയുള്ള ജലത്തിലേക്ക്, ശത്രു കാണുകെ വിരുന്നൊരുക്കി, അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരാടിൻ്റെ പ്രത്യേകത എന്താണ്? ആടിന് പ്രത്യേകതയുണ്ട്. ഒരു ആട്ടിൻകൂട്ടം പോകാൻ നോക്കി, ഒരു മുയൽ വിചാരിച്ചാൽ ഇവരുടെ ദിശ തെറ്റിച്ച് പേടിച്ചു ഓടിപ്പിക്കാം. ഒരു മുയൽ വിചാരിച്ചാൽ ഒരു ചെറിയ ശബ്ദം, ഒരു മൃഗത്തിൻ്റെ അകലെയുള്ള ശബ്ദം കേട്ടാൽ ഈ ആടുകളാകെ വിറളി പോകും. ആടിന് ഭയങ്കര പേടിയാണ്, ഒട്ടും ധൈര്യമില്ലാത്തതാണ്. അതുമാത്രമല്ല, ചിലതിനത് ബോധമില്ല എന്ന് പറയാം ആൾക്കാർ. ഇന്ന് ചെന്ന പ്രശ്നത്തിൽ നാളെ ചെന്ന് വീഴും. ആടിൻ്റെ പ്രത്യേകത ഞാൻ പറയണം. ഇനി ആടിനെ നമ്മളൊരു സ്ഥലത്ത് കിടത്തിയെന്ന് വെച്ചു, കിടത്തിയത് സുഖമായിട്ട് കിടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ അതിന് യജമാനം വരണം. പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഇത് എന്ത് ചെയ്യുള്ളൂ? എഴുന്നേൽക്കുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു വെല്ലുവിളി ഉയർത്താം. ആടിനെ നിങ്ങളുടെ മുന്നിലൂടെ നടത്താൻ നിങ്ങൾക്കൊന്ന് ശ്രമിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു 10 ആടെന്ന് നോക്കി, ഈ ആടിനെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ആടിനെ നടത്താൻ പറ്റുമെന്നാണ് ചോദ്യം. എളുപ്പമല്ലത്, എളുപ്പമല്ല പ്രിയപ്പെട്ടവരാണ്. ആടിന് എന്തൊക്കെയുണ്ട്? ആടിന് പേടിയുണ്ട്, ആട് ഹെൽപ്ലെസ് ആണ്, ആടിന് ഒരു പ്രത്യേകത, 1-2 പ്രത്യേകതകളുണ്ട് കേട്ടോ. വെറുതെ ദൈവം ആടെന്ന് പറയണതല്ല, ഈ ആടിൻ്റെ പ്രത്യേകത. ചിലർ പറയും ബുദ്ധിയില്ലായ്മ എന്ന് പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരാട്ടിടയനുണ്ടെങ്കിൽ, കേൾക്കണം, ഒരാട്ടിടയനുണ്ടെങ്കിൽ സിംഹം അപ്പുറത്ത് വന്ന് ഒച്ചെടുത്താലും ആടെന്ത് ചെയ്യില്ല? പേടിക്കില്ല. കേൾക്കണം, നമ്മൾ ആട് കേൾക്കില്ല, ആടിന് പേടിയുമില്ല. മറ്റൊന്ന്, ആടിന് ബുദ്ധിയില്ല എന്ന് പലരും പറയുകയാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, അവർ വരും. ആടിൻ്റെ ഒരു പ്രത്യേകത, ആടിന് ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആടിന് ഭയങ്കര വിശ്വസനാണ്. ആട് ഇടയന്മാരുടെ പുറകിലൂടെ നടന്നോളും. അതും ആടിൻ്റെ പ്രത്യേകത. അപ്പം ആടിൻ്റെ പ്രത്യേകതകൾ, ആടിന് ഭയമുണ്ടെങ്കിലും നല്ലൊരു ഇടയനുണ്ടെങ്കിൽ പേടിയില്ല, ശബ്ദം കേട്ടാൽ അനുഗമിക്കും. അപരിചിതരുടെ ശബ്ദമൊന്നും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോവില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട് ആടിന്. ഞാൻ ഈ സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കാം, നമുക്ക് നല്ലൊരു ഇടയനുണ്ട്. കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, അന്ന് പറയുന്ന വില എന്താ? ഞാൻ നിന്നെ എൻ്റെ ജീവൻ നൽകി വാങ്ങിച്ചതാണ്. ഈ ഭൂമി മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിൻ്റെ വില നീ മനസ്സിലാക്കിയാൽ നല്ലത്. അനേക കാര്യങ്ങൾ കർത്താവ് നമ്മോട് പറയാനുണ്ട്.
മാത്രമല്ല പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായിട്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, ഈ നല്ല ആട്ടിടയൻ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ അത്രയും നല്ല ഇടയൻ. ആ എതിരാളി വന്നാൽ ഞാൻ ഓടിപ്പോയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ മുന്നിൽ നടത്തും. ഞാൻ മുന്നിൽ നടത്തിയിട്ട് നിങ്ങൾ നടന്നു പോകും. 100 ആടിൽ 99 ആടുണ്ടെങ്കിലും അതിനെ മാറ്റി നിർത്തി ഞാൻ ആ നഷ്ടപ്പെട്ട ആടിനെ തേടി പുറപ്പെടും. നല്ല ഇടയിൽ ഒത്തിരി പറയാനുണ്ട്, ബൈബിളിലുടനീളം പറയാനുണ്ട്. ജെറമ്യ പുസ്തകം 23-ാം അധ്യായത്തിലും അതുപോലെ തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ പഠിച്ചാൽ നല്ല ഇടയനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് അതൊക്കെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുക. നല്ല ഇടയന കർത്താവ്. ആ ഇടയൻ്റെ ശബ്ദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈ ബൈബിളിലൂടെ. നമ്മൾ ഈ ശബ്ദം വായിക്കുന്ന കേൾക്കുന്നുണ്ട്. നമ്മുടെ വിഷമസന്ധിയുടെ സന്ദർഭത്തിൽ, നമ്മുടെ പ്രതികൂലങ്ങളുടെ ബന്ധത്തിൽ, നമ്മുടെ മക്കളുടെ ഭാവി കാലത്തിൽ, നമ്മൾ ഏതെങ്കിലും ദൂരസ്ഥലത്ത് നമ്മളെ മക്കളെ അയക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ നേരിടുന്ന ഒരു രോഗബന്ധനത്തിൽ നമ്മൾ ഭയപ്പെട്ട് മാറുകയാണോ, അതോ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുകയാണോ? ഒരു ചോദ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവം നമ്മെ വില കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, അതായത് കർത്താവ് നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുക മാത്രമല്ല സ്വസ്ഥതയുള്ള, നമ്മൾ എഴുതി വെറുതെ എഴുതിയതാണെന്ന് വിചാരിക്കുക, അല്ല. ഈ കൂലം കുത്തി ഒഴുകുന്ന പുഴയിലോ ചെളി നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയിലോ ആട് ചെന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും. അതിന് തെളിഞ്ഞ വെള്ളം കുടിക്കുന്നത് പ്രത്യേകത. പണ്ടൊരിക്കൽ ദേവദാസോടെ പ്രസംഗിച്ചു, തെളിഞ്ഞ വെള്ളം. ദൈവം നമുക്ക് സമാധാനം തരാനായിട്ട് ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിച്ചു, അത് ലോകം തരുന്ന സമാധാനമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഇന്ന് നമ്മൾ കേട്ടതായിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ നിന്ന് നാം ഒരു പരിശോധന ചെയ്യണം. നാം യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ ആടാണോ, അതോ ബുദ്ധി കൊണ്ട് കണക്കൂട്ടുന്ന ആളാണോ, അതോ എൻ്റെ ഇടയനില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്? മറ്റുള്ളവരുടെ ആലോചന ചോദിക്കാതെ എൻ്റെ കർത്താവിൻ്റെ ആലോചന ചോദിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ തൊഴുത്തിലില്ലാത്ത ആടുകൾ എനിക്ക്, അവർ എൻ്റെ ശബ്ദം കേൾക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, കർത്താവ് എത്ര വട്ടം കരഞ്ഞിട്ടുണ്ട്. പലരോട് ചോദിച്ചാൽ ഒറ്റ വട്ടം കരഞ്ഞു എന്നാണ് പലരും പറയാം. അത് ലാസറിൻ്റെ ബഥാനിയയിലെ ഗ്രാമത്തിൽ ലാസറിനെ അടക്കാൻ ചെന്ന സ്ഥലത്ത് ആണെന്നാണ് പലരും പറയുന്നത്. അവിടെ എഴുതിയേക്കുന്ന യേശു വിതുമ്പീന്നാണ്. ഹി സ്വെപ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്. എന്നാൽ ഉറച്ച നിലവിളിയോടും വിലാപത്തോടുകൂടി കർത്താവ് കരഞ്ഞിട്ടുണ്ട്. കേട്ടോ, ഇവിടെ കർത്താവ് കരഞ്ഞൊരു സന്ദർഭമുണ്ട്. കർത്താവ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ
ജനം ചിന്നിയവരും ചിതറിയവരുമായി കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവർക്കൊരു ഇടയനില്ലല്ലോ, ഇവർ ചിതറിക്കപ്പെട്ടു പോകുന്ന ആടുകളെ പോലെയാണല്ലോ. എന്നുള്ള ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പുറകെ നടക്കണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹം, കാരണം അതിനുവേണ്ടി വില കൊടുത്താണ്. അതുകൊണ്ട് ഞാൻ ഇന്നാണ് ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. എനിക്കൊരു നല്ല ഇടയനുണ്ട്. ഞാനൊരു നല്ല ആടാകണം. എൻ്റെ കഴിവിൽ എനിക്ക് പ്രശംസിക്കാനില്ല. ഞാൻ അങ്ങയുടെ പുറകിൽ പോകും. കർത്താവ് എനിക്ക് ഭക്ഷണം തരും. കർത്താവിൻ്റെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കും. കർത്താവ് എനിക്ക് മേശമേൽ വിരുന്നൊരുക്കും.